നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അമൃതം പൊടിയും കിട്ടി, അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ലച്ചുകുട്ടിക്കൊക്കെ, അപ്പം എന്നാൽ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് 1 സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തു. അതൊക്കെ നല്ല പൊട്ടി വന്നപ്പോൾ ഒരു ക്യാരറ്റും ഒരു സവാളയും ഉണക്കമുളക് 2 ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്കിട്ടു നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എന്നിട്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് അമൃതം പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് പിട്ടിന് കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുത്തേ. എന്നിട്ട് ഇതൊക്കെ മൂത്ത് നമ്മൾ ഉള്ളിയും ക്യാരറ്റൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പൂൺ കൊണ്ട് തന്നെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തത്. എന്നിട്ട് ഒരു ശകലം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് നല്ലപോലെ ഉപ്മാവ് റെഡിയായപ്പോൾ നമ്മൾ തേങ്ങ അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തേ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മുടെ അമൃതം പൊടി ഉപ്മാവ് റെഡിയായി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.